Hello, my dear children. Welcome to Easy Maths Institute. Dear children, 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിലെ എക്സസൈസ് 1.1ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? താഴെ തന്നിരിക്കുന്ന ഓരോ നമ്പറും പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതണം അല്ലേ? പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഒരുവിധം കുട്ടികൾക്കൊക്കെ അറിയായിരിക്കാം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പേഴ്സാണ്? 2, 3, 5, 7, 11, 13, 17 അല്ലേ? അങ്ങനെയുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പർ. അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് പ്രൈം നമ്പേഴ്സിന് ആകെ രണ്ട് ഫാക്ടർ ഉണ്ടാവും. ഒന്ന് സെയിം നമ്പർ, രണ്ടാമത്തെ 1. 3 ഈക്വൽ ടു 3 ഇൻറ്റു 1, സെയിം നമ്പർ 1. ഇങ്ങനെ ആ സെയിം നമ്പറും 1ഉം മാത്രമേ എന്തായിട്ടുണ്ടാവുള്ളൂ? ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പറോ? ഒരു കോമ്പോസിറ്റ് നമ്പർ പറഞ്ഞേ. യെസ്, 4. 4ന് നമുക്ക് 4 ഇൻറ്റു 1 എഴുതാൻ പറ്റും. അതുപോലെ തന്നെ 2 ഇൻറ്റു 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ 4ന് എത്ര ഫാക്ടർ ഉണ്ട്? മോർ ദാൻ 2 ഫാക്ടേഴ്സ്. സെയിം നമ്പർ ഫാക്ടറാണ്, 1 ഫാക്ടറാണ്, വേറൊരു നമ്പർ ഫാക്ടറാണ്. ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിന് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. 6 ഇൻറ്റു 1 എഴുതാം, അതുപോലെ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിന് എത്ര ഫാക്ടർ ഉണ്ട്? 1, 2, 3, 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കിതിനെ പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് സോൾവ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. ഓക്കെ, 140. അപ്പോൾ ആദ്യം നമ്മൾ 2 വര ഇടുക, എന്നിട്ട് പ്രൈം ഫാക്ടർ ചെയ്യാം. എങ്ങനെ ചെയ്യുക? ആദ്യം ഇവിടെ 140 എന്ന് എഴുതി വെക്കും. 140 എന്ന് എഴുതാം അല്ലേ? 140. അപ്പോൾ ഏത് നമ്പറാണ് നമ്മൾ ആദ്യം എടുക്കുക? ലോവസ്റ്റ്, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എടുക്കണം. ഏതാണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ? 2. 140ൽ എത്ര 2 ഉണ്ട്? 70 2 ഉണ്ട് അല്ലേ? വീണ്ടും നമുക്ക് 2 എടുക്കാം. 70ൽ എത്ര 2 ഉണ്ട്? 35, 35. പിന്നെ നമുക്ക് 2 പറ്റില്ല, കാരണം ലാസ്റ്റ് നമ്പർ ആരാണ്? ഓഡ് നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ 2 എടുക്കാൻ പറ്റും. നമുക്ക് 3 എടുക്കാൻ പറ്റുമോ? 3യും പറ്റില്ല, കാരണം 3, 5 കൂട്ടി 8ആണ്. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് 3 എടുക്കാമായിരുന്നു. പക്ഷേ അത് മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് 3 എടുക്കാൻ പറ്റില്ല. അത് 5 എടുക്കാം. 5 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ 5 എടുക്കാം, ലാസ്റ്റ് നമ്പർ 0 ആണെങ്കിലും 5 എടുക്കാം. 5 എടുക്കാം. ഓക്കെ, അപ്പോൾ 35ൽ എത്ര 5 ഉണ്ട്? 7 ഉണ്ട് അല്ലേ? നമുക്ക് 7 എന്ന് പറയുന്നത് 7 തന്നെ ഒരു പ്രൈം നമ്പറാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 140 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഇതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. കാരണം ഇവിടെ 2 ഉണ്ട് അല്ലേ? അതിന് നമുക്ക് എന്ത് എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. അപ്പോൾ നമുക്ക് ഒന്നാമത്തതിന് ആൻസർ കിട്ടി. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 140 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 156. 156. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 വര ഇടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളിൽ 156നെ എഴുതും. 156നെ എഴുതും. അതിൽ ആരെഴുതും? ഫസ്റ്റ് നമ്പർ, സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2. 156ൽ എത്ര 2 ഉണ്ട്? എത്ര 2 ഉണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ പകുതി എന്നർത്ഥം. 156ൻ്റെ പകുതി. അതും അറിയില്ലെങ്കിൽ നമുക്ക് 15ൽ എത്ര 2 പോവും? 7 പ്രാവശ്യം പോകും അല്ലേ? 2, 7, 14 14. ഇത് 15 അല്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1, 6, 16. 16ൽ എത്ര 2 കൊണ്ട് നോക്കാം. 16ൽ 8 പ്രാവശ്യം പോകും അല്ലേ? 8 പ്രാവശ്യം. വീണ്ടും നമുക്ക് 2 എടുക്കാം. 78ൽ എത്ര 2 പോവും? 7ൽ എത്ര 2 പോവും? 7ൽ 3 പ്രാവശ്യം അല്ലേ? 3. 3, 2, 6ആണ്. ഇത് 7 അല്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട്. 1, 8, 18. 18ൽ എത്ര 2 പോവും? 9 പ്രാവശ്യം. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ലാസ്റ്റ് നമ്പർ ഓഡാണ്. അപ്പോൾ അടുത്ത നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 3, 9 കൂട്ടിയാൽ 12. 12 എന്ന് പറയുമ്പോൾ 3യുടെ ടേബിളിലുണ്ട്.
അപ്പോൾ നമുക്ക് എത്ര എടുക്കാം? 39 എത്ര 3 പോവും? 3-ൽ 3 ഒരു പ്രാവശ്യം, 9-ൽ 3 പ്രാവശ്യം. വീണ്ടും നമുക്ക് ഒരു 3 ഇനിയിപ്പോൾ 13 തന്നെ ആരാണ്? 13 തന്നെ പ്രൈം നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 13 ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, 13-ൽ 13 ഒരു പ്രാവശ്യം. ആൻസർ കിട്ടി. എന്താണ് ആൻസർ? 156. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 156 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 13. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിനെ ഇവിടെ 2 ഉണ്ട് അല്ലേ? അപ്പോൾ 2 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 13 കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് ആരെ കിട്ടി? രണ്ടാമത്തേതിൻ്റെ ആൻസറും കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 3825 അല്ലേ? അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? 2 വരെ ഇട്ടെടുക്കും. എന്നിട്ട് ഇതിനുള്ളിൽ ആരേതും 3825 എഴുതും. ആദ്യം നമ്മൾ 2 എടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? ലാസ്റ്റ് നമ്പർ 5 ആണ്. 3 എടുക്കാൻ പറ്റുമോ? ഇത് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 3 കിട്ടും 11, 11 2 13, 13 5 18. 18 എന്ന് പറയുമ്പോൾ 3യുടെ ടേബിളിലുണ്ട് അല്ലേ? 3 ഇൻറ്റു 6 ആണ് 18. അപ്പോൾ നമുക്ക് ആരെ എടുക്കാം? 3 എടുക്കാം. അപ്പോൾ 3 കൊണ്ട് ഇവിടെ 3-ൽ 3 ഒരു പ്രാവശ്യം പോകും. 8-ൽ 3 2 പ്രാവശ്യം പോകും അല്ലേ? 2 3 6 ആണ്. ഇത് 8 ആണ്. ഇവിടെ 2 ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ 2 2ഉം ചേർന്നാൽ ഈ 2 ഇവിടെ ബാക്കിയുള്ള 2 22-ൽ 3 എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം പോകും. 22 7 3 21 ആണല്ലേ? നമ്മളിവിടെ ഉണ്ടായിരുന്നത് 22 ആയിരുന്നില്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട് അല്ലേ? 1 5 15. 15-ൽ 3 5 പ്രാവശ്യം. വീണ്ടും 3 കൊണ്ട് പറ്റുമോ? 1 2 3 3 7 10 5 15 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 5 ആണ് 15 അല്ലേ? അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം. അപ്പം നമുക്ക് 3 എടുക്കാം. 12-ൽ 3 4 പ്രാവശ്യം പോകും. 7-ൽ 3 2 പ്രാവശ്യം പോകും. 2 3 6 എന്ത് 7 ആണല്ലേ? അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട്. 1ഉം 5ഉം 15. 15-ൽ 3 5 പ്രാവശ്യം പോകും അല്ലേ? ഇത് നമുക്ക് 3 എടുക്കാൻ പറ്റുമോ? 4 2 7ഉം 5ഉം 4 2 6 5ഉം 11 3 പറ്റില്ല. അപ്പം 5 എടുക്കാം. കാരണം ലാസ്റ്റ് നമ്പർ 5 ആണ്. 42-ൽ എത്ര 5 ഉണ്ട്? 8 പ്രാവശ്യം അല്ലേ? 8 5 40 ആണ്. 42 അല്ലേ? അവിടെ 2 ബാക്കിയുണ്ട്. 2 5 25-ൽ 5 5 പ്രാവശ്യം. ഇനി അടുത്തത് ആരെടുക്കാം? 5 എടുക്കാം. 8-ൽ 5 ഒരു പ്രാവശ്യം. 3 ബാക്കി. 3 5ഉം 35. 35-ൽ 5 7 പ്രാവശ്യം. ഇത് 17 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ 17 17 ഒരു പ്രാവശ്യം. നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? കിട്ടി. 3825 ഈക്വൽ ടു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 17. ഇവിടെ 3 5ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 സ്ക്വയർ ഇൻറ്റു 5 പ്രാവശ്യം 2 പ്രാവശ്യം. 5 സ്ക്വയർ ഇൻറ്റു 17. Prime factorization of 3825 equal to 3 square into 5 square into 17. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? 5005 ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 5005 നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് എടുത്തെഴുതും അല്ലേ? ഇവിടെ 2 വരെ ഇടും. 5005 അവിടെ എഴുതും. 5005. അപ്പോൾ ഇതിലേത് നമ്പർ പോവും? 3 പോകില്ല. 2 എന്തായാലും പോകില്ല, കാരണം ലാസ്റ്റ് നമ്പർ 5 ആണ്. 3 പോകില്ല. 5 5 10 എന്ന് പറയുമ്പോൾ 3ൻ്റെ ടേബിളിലില്ല. 5 പോകും അല്ലേ? ലാസ്റ്റ് നമ്പർ 5 ആണ്. 5 5-ൽ ഒരു പ്രാവശ്യം. 2 0 താഴ്ത്തി എഴുതുക. 5 5-ൽ ഒരു പ്രാവശ്യം.
5005-ൽ 5 1001 തവണ പോകും അല്ലേ? 5000-ൽ 1000 തവണ, 5005-ൽ 1001 തവണ. അടുത്തത് ഏത് നമ്പർ എടുക്കാം? 5 ഒന്നും പോവില്ല, 6 പോവില്ല, 7 പോവോ? 7 പോവോന്ന് പരിശോധിക്കട്ടെ. 7 10-ൽ 7 ഒരു പ്രാവശ്യം, ഒരു 7 3 ബാക്കി. 30-ൽ 7 4 പ്രാവശ്യം അല്ലേ? 4 7 28, 2 ബാക്കി, 2 1 21-ൽ 7 3 പ്രാവശ്യം. 7 പോകുന്നുണ്ടല്ലോ, 21. അപ്പോൾ നമുക്ക് 7 എടുക്കാം. എത്ര പ്രാവശ്യം വന്ന്? 143 ടൈംസ്. അടുത്തത് 7 ഇനി 7 പോവില്ല, കാരണം 7 × 10 70, 7 × 20 140, 143 ഏതിൻ്റെ ടേബിളിലില്ല. അപ്പോൾ അടുത്ത നമ്പർ ഏതാണ്? പ്രൈം നമ്പർ 8-ൽ 9-ൽ 10-ൽ 11 അല്ലേ? 11. 143-ൽ എത്ര 11 പോകും? 143-ൽ 14-ൽ എത്ര 11? ഒരു 11 അല്ലേ? ഒരു 11 11ആണ്, ഇത് 14ആണ്. അപ്പോൾ അവിടെ എത്ര ബാക്കിയുണ്ട്? 3 ബാക്കിയുണ്ട്. 3 ചേർന്നാൽ 33-ൽ 11 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ അടുത്ത 3 ഇവിടെ 13 തന്നെ ഇവിടെ ഏതാ? കാരണം പ്രൈം നമ്പറാണ്. ഇവിടെ കണ്ടോ, പ്രൈം കംപ്ലീറ്റ് പ്രൈം നമ്പറാണ്. 5 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 7, 7 കഴിഞ്ഞാൽ 11 കഴിഞ്ഞാൽ 13. അങ്ങനെ സീക്വൻസിലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5005 ഈസ് ഈക്വൽ ടു 5 × 7 × 11 × 13. ഓക്കെ. അപ്പോൾ ഇതിൽ വേറെ റിപ്പീറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇതന്നെ ഫൈനൽ ആൻസർ. നമ്മൾ ഇത് സെക്ഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7429. 7429 അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ആ നമ്പറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുകയാണ്. 7429 അവിടെ വരെ ഇട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 2 വരെ ഇടുക. 2 വരെ ഇട്ടിട്ട് ആരേതാം? ഈ നമ്പർ അവിടെ എഴുതാം, 7429. ഇവിടെ നമ്മൾ ഏത് നമ്പർ എടുക്കുക? 2 പറ്റില്ല, ലാസ്റ്റ് നമ്പർ 9ആണ്. 3 പറ്റുമോ? 7 4 11, 11 2 13, 9 22. 3 പറ്റില്ല. പിന്നെ 5 പറ്റില്ല, ലാസ്റ്റ് നമ്പർ 9ആണ്. 6 7 പറ്റുമോ? 7 7 ഒരു പ്രാവശ്യം. 4 പോലെ 0 ഇടാം. 12-ൽ 7 ഒരു പ്രാവശ്യം. 5 ബാക്കി. 5 59-ൽ 7 പൂർണ്ണമായിട്ട് പോകില്ല, അപ്പോൾ 7 പോകില്ല. പിന്നെ ഏതെടുക്കും? 8-ൽ 9-ൽ 10-ൽ 11 അല്ലേ? 11 നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 11 പോവില്ല, 13 പോവില്ല. ലാസ്റ്റ് എത്ര പോകുമെന്നറിയോ? 17ആണ് പോവുക. ഓക്കെ, 17 വെച്ച് നോക്കാം. 74 എത്ര 17 ഉണ്ട്? 74 എത്ര 17 ഉണ്ട്? നിങ്ങൾക്ക് സംശയമുണ്ട്? ഇവിടെ ഒരു ടേബിൾ അങ്ങോട്ട് എഴുതുക. ഓക്കെ, 17ൻ്റെ ടേബിൾ എഴുതല്ലേ? 17 × 1 = 17. 17 × 2 = 34. 17 × 3 = 51. 17 × 4 = 68. അതായത് മുമ്പിലത്തെ നമ്പറിനോട് 17 അങ്ങോട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ടേബിൾ കിട്ടും. 17 × 5 = 85. മതിയോ? നോക്കാം, ഇനി വേണമെങ്കിൽ നമുക്ക് ബാക്കി എഴുതാം. 74 എത്ര 17 ഉണ്ട്? 74 ഇതിൻ്റെ മേലെ അല്ലേ? 4 പ്രാവശ്യം. 4 × 4 × 17 = 68 ആണ്. ഇത് 74 ആണ് അല്ലേ? അപ്പോൾ 6 ബാക്കിയുണ്ട്. 6ഉം 2ഉം 62. 62 എന്ന് പറയുമ്പോൾ ഇതിന് മേലെ വരും അല്ലേ? 3 പ്രാവശ്യം. 62-ൽ 3 പ്രാവശ്യം. 3 × 17 51 ആണ്. നമ്മുടെ നമ്പർ 62 ആയിരുന്നില്ലേ? അപ്പോൾ 51ഉം 11 ബാക്കിയുണ്ട് അല്ലേ? അവിടെ 11ഉം 9. 119-ൽ എത്ര പോവും? അപ്പോൾ ഈ ടേബിളിൽ നമ്മൾ അവിടെ എത്തിയിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടി എഴുതുകയാണ്. 17 × 6 = 6 = 102. 17 × 7 = 119. നമുക്കിവിടെ കിട്ടേണ്ടത് 119 ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. ഇനി അടുത്ത് നമുക്ക് 17 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ആരാണ്? 19 അല്ലേ? എത്ര പ്രാവശ്യം പോകും? 43-ൽ എത്ര 19 ഉണ്ട്? 43-ൽ 19ഉം 19 38, 2 പ്രാവശ്യം അല്ലേ? 2 × 19 38 ആണ്. ഇത് 43 അല്ലേ? അപ്പോൾ 5 അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? 5 7 57. 57-ൽ എത്ര 19 ഉണ്ട്? 19 × 1 19. 19 × 2 = 38. 19 × 3 = 57. 3 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് ഈ 23 തന്നെ ആരാണ്?
പ്രൈം നമ്പറാണ്. ഒന്ന് ബാക്കി. ആക്ച്വലി ഈ 7429 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 17 × 19 × 23. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എടുത്തെഴുതാം. 7429 ഈസ് ഈക്വൽ ടു 17 × 19 × 23. അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.1-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൂളായിട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഹലോ ഡിയർ ചിൽഡ്രൻ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റിയൽ നമ്പേഴ്സ് ചാപ്റ്റർ 1 10th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.1-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ LCM ആൻഡ് HCF. നമ്മൾ ചെറുപ്പം മുതലേ ചെയ്തു വരുന്നതാണ് അല്ലേ. LCMും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആരും ചെയ്യാറുണ്ട് HCFും. ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് ഇൻറ്റിജേഴ്സ് വെരിഫൈ ദാറ്റ് LCM × HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ്. അതായത് നമ്മൾ ഈ രണ്ട് നമ്പറിൻ്റെ LCM HCF കണ്ടു കഴിഞ്ഞാൽ ആ LCMനും HCFനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് തുല്യമായിരിക്കും? ഈ രണ്ട് നമ്പറിന് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്തൂടെ, ആൻസർ ചെയ്യാൻ തുടങ്ങിക്കൂടെ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ വേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? 26 91. ഒന്നുകൂടി എടുത്തു തരണോ, അല്ല ഇവിടെ ലൈൻ ഇട്ടാൽ പോരെ? 26 ആൻഡ് 91. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ രണ്ട് വര വരക്കും. എന്നിട്ട് അതിന് പ്രൈം ഫാക്ടറൈസ് ചെയ്യും അല്ലേ. 26നെയും അതേപോലെ 91നെയും പ്രൈം ഫാക്ടറൈസ് ചെയ്യും. ആദ്യം നമുക്ക് 26 നോക്കാം. 26 ഏത് നമ്പർ എടുക്കും? ലോവസ്റ്റ് പ്രൈം നമ്പറായ 2 എടുക്കും. 26ൽ എത്ര 2 ഉണ്ട്? 13. ഇനി അടുത്ത നമ്പർ എന്താ? അടുത്തത് 13 തന്നെ അല്ലേ, കാരണം നമ്മുടെ 13 എന്ന് പറയുന്നത് നമ്മുടെ ആരാണ്? നമ്മുടെ പ്രൈം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് 91 ആണ്. 91 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം 2 പറ്റൂല, കാരണം ലാസ്റ്റ് നമ്പർ ഈസ് നോട്ട് ഈവൻ. അടുത്തത് 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 91 എന്ന് പറയുമ്പോൾ 3ൻ്റെ ടേബിൾ വരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, 9 + 1 10. 10 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 3 × ഒരു നമ്പറും 10 അല്ല. അപ്പോൾ നമുക്ക് 3 പറ്റില്ല. പിന്നെ എത്ര വരും? 5 പറ്റൂല. 5 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ 5 0 ആണ്. പിന്നെ എത്ര? 7 പറ്റും. യെസ്, 91 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9ൽ എത്ര 7 ഉണ്ട്? 9ൽ ഒരു 7 അല്ലേ. ഒരു 7 7 ആണ്. ഇത് 9 അല്ലേ, അപ്പം 2 അവിടെ ബാക്കിയുണ്ട് അല്ലേ. 2ഉം 1ഉം ചേർന്ന് 21. 21ൽ 7 3 ടൈംസ്. അടുത്ത് വീണ്ടും നമുക്ക് 13 തന്നെ കിട്ടി. ഓക്കെ, 13ൽ 1 ടൈം. അപ്പോൾ നമുക്ക് കിട്ടി, ആൻസറിൻ്റെ അടുത്തെത്തി. ഇനി നമുക്ക് എന്ത് എഴുതാം? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 26 ഈസ് ഈക്വൽ ടു 2 × 13. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 91 ഈസ് ഈക്വൽ ടു 7 × 13. ഇതിൽ നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കേണ്ടത്? HCFും LCMും കണ്ടുപിടിക്കണം അല്ലേ. LCMും HCFും ആണ് കാണേണ്ടതെങ്കിൽ ഫസ്റ്റ് നമുക്ക് HCF കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഒരുപാട് മെത്തേഡ് ഉണ്ട് ആക്ച്വലി HCF ഒക്കെ കാണുന്നതിന്. ഉള്ളതിലൊരു ഷോർട്ടസ്റ്റ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ടിൽ കോമൺ ആയിട്ടുള്ള നമ്പർ എന്താ നോക്കാം? 13 അല്ലേ. അപ്പോൾ ഇതിൻ്റെ HCF കിട്ടിയാരാണ്? 13. ഇനി LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന നമ്പറിന് ഒറ്റ തവണ എഴുതുക. അപ്പോൾ 13 ഒറ്റ തവണ എഴുതി, ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനും അതുപോലെ എഴുതുക. ബാക്കി ഏതൊക്കെയുള്ള? 2 × 7 ഈസ് ഈക്വൽ ടു 13 × 2 26. 26 × 7 ഈക്വൽ ടു 182 അല്ലേ. 182. അപ്പം നമുക്ക് ആരെ കിട്ടി? ആരെ കിട്ടിയത്? നമ്മുടെ
നമ്മുടെ LCMനും കിട്ടി, അതുപോലെ തന്നെ ആരും കിട്ടി, HCFും കിട്ടി. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? LCMൻ്റെ HCF ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ LCMൻ്റെ HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? Now LCM into HCF equal to 182 into 13. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് കിട്ടുന്നത് 2366. ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യേണ്ടേ? അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മുടെ നമ്പർ ഏതൊക്കെയായിരുന്നു? 26 into 91. നമുക്ക് 26നെ 91 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും അറിയോ? 2366. അപ്പോൾ നമുക്ക് ആരൊക്കെ ഒരുപോലെ കിട്ടി? LCMൻ്റെ HCFും പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പറും ഒരുപോലെ കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് പറയാം? ദസ് LCM into HCF equal to LCM into HCF equal to product of two numbers. കിട്ടിയില്ലേ? സിമ്പിളായി ആൻസർ കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 510 and 92. അപ്പോൾ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് റബ്ബ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിപ്പിച്ചു തരാം. അടുത്ത നമ്മുടെ 510 and 92. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ 2 വരെ അങ്ങോട്ട് വരച്ച് കൊടുക്കുക. ഇത് നമുക്ക് 92ന് ഉപയോഗിക്കാം. ഈ വര നമുക്ക് ആരൊക്കെ ഉപയോഗിക്കാം? 510 ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം 510 അല്ലേ. 510 ഏത് നമ്പറാണ് ഫസ്റ്റ് എടുക്കുക? ലോവസ്റ്റ് പ്രൈം നമ്പർ 2 എടുക്കും. 5ൽ എത്ര 2 പോവും? 2 പ്രാവശ്യം അല്ലേ. 2 2 4ആണ്, ഇത് 5ആണ്. അപ്പോൾ 1 ബാക്കിയുണ്ട്. 1 11. 11ൽ 2 5 പ്രാവശ്യം പോകും. 11 അല്ലേ. 5 2 10ആണ്. ഓക്കെ, അപ്പോൾ 1 അവിടെ ബാക്കിയുണ്ട് അല്ലേ. 1 0 10, 10ൽ 5 പ്രാവശ്യം. അപ്പോൾ 510ൽ 2 എത്ര ടൈംസ് പോകും? 255. അല്ലെങ്കിൽ 510ൻ്റെ ഹാഫ് അങ്ങോട്ട് എടുത്താലും കിട്ടും. ഇനി നമുക്ക് 2 പോവില്ല. 3 പോവോ? 3 പോകും നോക്കാൻ. 2 5 7 5 12. 12 എന്ന് പറയുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ വരുന്നുണ്ട് അല്ലേ. 3ൻ്റെ ടേബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 എടുക്കാം. 25ൽ 8 പ്രാവശ്യം പോകും അല്ലേ. 3 8 24ആണ്. 25 എന്ന് പറയുമ്പോൾ 1 അവിടെ ബാക്കിയുണ്ട് അല്ലേ. 1 5 15ൽ 5 പ്രാവശ്യം പോകും. ഇത് നമുക്ക് 8 5 13 ആയതുകൊണ്ട് 3ൽ പോവില്ല, 5 എടുക്കാം. 85ൽ എത്ര 5 ഉണ്ടടാ? 8ൽ ഒരു 5. ഒരു 5 5ആണ്. 3 ബാക്കിയുണ്ട്. 3 5 35ൽ 7 പ്രാവശ്യം. 17 നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം, കാരണം പ്രൈം 17 തന്നെ ഒരു പ്രൈം നമ്പറാണ്. അടുത്ത ആരാ നമ്മുടെ നമ്പർ? 92. ആദ്യം 2 എടുക്കാം. 92ൽ എത്ര 2 ഉണ്ട്? 46 അല്ലേ. 46 × 2 ആണ് 92. വീണ്ടും 2 എടുക്കാം. 46ൽ 23. 23 എന്ന് പറയുന്ന പ്രൈം നമ്പറാണ്. അത് തന്നെ എടുത്ത് എഴുതാം. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ പോരെ. 510 ഈസ് ഈക്വൽ ടു 2 × 3 × 5 × 17. അടുത്ത ആരായിരുന്നു? നമ്മുടെ 92. 92 ഈസ് ഈക്വൽ ടു 2 × 2 × 23. അപ്പോൾ ഇതിൽ നമുക്ക് ആരാണ്? അപ്പോൾ LCM HCF ആണ് കേട്ടോ. HCF ഈസ് ഈക്വൽ ടു HCF എന്ന് പറയുമ്പോൾ ആരെടുക്കേണ്ടത്? കോമൺ ആയിട്ടുള്ള നമ്പർ ആരൊക്കെ വരുന്നത് ഇവിടെ? 2 ഇവിടെ കോമൺ ആണ് അല്ലേ. രണ്ടിലും വേണേ. ഇവിടെ ഇപ്പോൾ 2 ഉണ്ട്, പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം മുകളിൽ 2 ഇല്ല. വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ HCF കിട്ടി. HCF ഈക്വൽ ടു 2. ഇനി LCM ഈസ് ഈക്വൽ ടു ആ കോമൺ ആയിട്ടുള്ള നമ്പറിന് ഫസ്റ്റ് അങ്ങോട്ട് എഴുതുക. ബാക്കി എല്ലാ നമ്പറും അതുപോലെ എടുത്ത് എഴുതുക. പിന്നെ ബാക്കി ആരൊക്കെ ഉള്ളത്? 2 ഉണ്ട്,
പിന്നെ ആരുള്ളേ 3 ഉണ്ട്. പിന്നെ ആരുള്ളേ 5 ഉണ്ട്. 17 ഉണ്ട്. 23 ഉണ്ട് അല്ലേ? 5 ഉണ്ട്, 17 ഉണ്ട്, 23 ഉണ്ട്. അപ്പോൾ ഈ വലിയ നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 2 to 4, 4, 3, 12, 12, 5, 60, 60 into 17 into 23. നിങ്ങളങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നറിയോ? ആൻസർ കിട്ടുന്നത് എന്താണ്? ആൻസർ കിട്ടുന്നത് 23,460. 23,460 കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താ? അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് LCM into HCF ആണ് അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞാൽ LCM into HCF equal to product of two numbers. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? Now LCM into HCF equal to, ആക്ച്വലി ഈ LCM ഒക്കെ കാണാൻ വേറെ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇതാണ് സിംപ്ലസ്റ്റ് മെത്തേഡ്. ഈക്വൽ ടു എന്താണ്? 23,460 into 2 is equal to, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? അങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 23,000ൻ്റെ ഇരട്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇരട്ടി അല്ലേ? 46,000. 46,000. 460ൻ്റെ ഇരട്ടി എത്രയാ? 920 അല്ലേ? 46,920. ഓക്കെ, ഇത് നമുക്ക് ആരെ കാണണം? പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് അല്ലേ? ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു, നമ്മുടെ ഫസ്റ്റ് നമ്പർ ആരായിരുന്നു? 510 into 92 ഈസ് ഈക്വൽ ടു, നമുക്ക് 510നെ 92 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും അറിയോ? 46,920. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയില്ലേ? സിമ്പിളാണ്. അപ്പോൾ നമുക്ക് രണ്ടാളും ഒരുപോലെ കിട്ടി അല്ലേ? HCF into LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൻസർ കിട്ടി. Thus LCM into HCF equal to product of two numbers. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്തിൽ പോവാം? മൂന്നാമത്തെ ആൻസറിലേക്ക് പോവാം. സിമ്പിൾ അല്ലേ? ഇതിലൊക്കെ എന്ത് ടഫ് ഇരിക്കുന്നു അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അറിയാമെങ്കിൽ ചെയ്യാൻ വളരെ വളരെ രസമാണ് അല്ലേ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു വര ഇട്ട് കൊടുക്കും, കാരണം മൂന്നാമത്തെ നമുക്ക് മനസ്സിലാണ്ടേ. വളഞ്ഞു പോയി വര, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 2 വര ഇട്ട് കൊടുക്കണം അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് കാണാൻ. അടുത്ത നമ്പറിന് ഇവിടെ ഒരു വര ഇട്ട് കൊടുക്കുക. 54 അല്ല 336 അല്ലേ ഫസ്റ്റ്? ഇവിടെ 336. ഇവിടെ ആരാ കണ്ടേ? 54. അപ്പോൾ 336ൽ മൂന്നാമത് കാണുന്നുണ്ട് ഇവിടെ. 336ൽ ഫസ്റ്റ് ഏതെടുക്കും? ലോവസ്റ്റ് പ്രൈം നമ്പർ 2 എടുക്കും. 2 3ൽ ഒരു പ്രാവശ്യം പോകും. 2 2, ഇത് 3 ആണല്ലേ? 1 3 13ൽ എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം പോകും. 6 2 12 ആണ്. ഇത് 13 ആയിരുന്നില്ലേ? 1 അവിടെ ബാക്കിയുണ്ട്. 1 6 അല്ലേ? 1 6 16 ചേർത്ത് വെച്ചാൽ 16. ഓക്കെ, 16ൽ 8 പ്രാവശ്യം. എന്നുവെച്ചാൽ 336ൻ്റെ പകുതി 168. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പകുതി എടുക്കലാണ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഇതിൻ്റെ പകുതി മൈൻഡിൽ കാണുക? 168 അല്ലേ? 168 എന്ന് പറയുമ്പോൾ 160 + 8 ആണ്. 160ൻ്റെ പകുതി 80 ആണല്ലേ? അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് 8 വരും. 80, 88ൽ 4. ഓക്കെ, 160ൽ 80 പ്രാവശ്യം, 8ൽ 4 പ്രാവശ്യം. 80 + 4 = 84. ഓക്കെ, 168ൻ്റെ പകുതി ഒരാൾ മൈൻഡിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോബ്ലം. ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും 2 കൊണ്ട് ചെയ്യും അല്ലേ? 84ൻ്റെ പകുതി 42. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 42ൻ്റെ പകുതി 21. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 21ൽ 7 പ്രാവശ്യം പോകും അല്ലേ? 7 എടുക്കാം, 1 പ്രാവശ്യം.
നമ്മുടെ 54 നോക്കാം. 54 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 54 പകുതി 27. 2 പോകില്ല, 3 കൊണ്ട് പോകും അല്ലേ? 3ൻ്റെ ടേബിളിൽ വരുന്നുണ്ടല്ലോ 27 9 പ്രാവശ്യം. പിന്നെയും 3 കൊണ്ട് പോകും. 3 9 3 പ്രാവശ്യം. പിന്നെയും 3 ഒരു പ്രാവശ്യം. അപ്പം നമുക്ക് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ്, ഇവിടെ ഇങ്ങനെ എഴുതി കേട്ടോ, എന്നാൽ വൃത്തി ഉണ്ടാവും. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ്, നിങ്ങൾ ഫുള്ളായിട്ട് എഴുതിക്കേ. 336 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 7. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 54 ഈസ് ഈക്വൽ ടു എത്ര വരിക? 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് കാണണം? HCF വേണം അല്ലേ? അപ്പോൾ HCF വേണം. ദസ് HCF ഈസ് ഈക്വൽ ടു, എന്താണ് ഇതിൽ HCF വരിക? ഒരു നമ്പർ ഉണ്ടല്ലോ അല്ലേ? ഒരു നമ്പർ ഉണ്ട് ഒരുപോലത്തെ. ഏതാ നമ്പർ? 2 ഉണ്ട് അല്ലേ? 2 ഉണ്ട്. 2 ഉണ്ട് HCF ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആരുള്ള 2 ഇങ്ങോട്ട് വേറെ 2 ഇല്ലല്ലോ. പിന്നെ ഒരു 3 ഉണ്ട് അല്ലേ? ഒരു 3 ഉണ്ട്. മുകളിലും താഴെ ഒരുപോലെ വേണേ. അപ്പോൾ നമുക്ക് HCF കിട്ടിയ എന്താണ്? 2 ഇൻറ്റു 3 ഈക്വൽ ടു 6. വളരെ സിമ്പിളാണ് അല്ലേ? ഇനി നൗ ആൻഡ് ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. ആൻഡ് LCM ഈസ് ഈക്വൽ ടു, ആദ്യം HCF ആയിട്ട് കിട്ടിയ നമ്പേഴ്സിന് അങ്ങനെ തന്നെ എഴുതാം. എത്ര? 2 ഇൻറ്റു 3 എഴുതാം. എന്നിട്ട് ഇനി ഇതിൽ ഏതൊക്കെ എഴുതാൻ ബാക്കിയുണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്യുക? താഴെ അങ്ങോട്ട് എഴുതാം. എത്ര 3 ഉണ്ട് മുകളിൽ? എത്ര 2 ഉണ്ട്? 3 പ്രാവശ്യം അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു പിന്നെ ആരുള്ള ഒരു ഇവിടെ 7 എഴുതിയാൽ കുഴപ്പമില്ല, ഓക്കെ. പക്ഷെ ഒരു അസെൻഡിങ് ഓർഡറിൽ പോയാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇവിടെ ഈ 2 3 എഴുതാം. ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു പിന്നെ ആരാ ബാക്കിയുള്ള 7 അല്ലേ? ഈസ് ഈക്വൽ ടു, ഇവിടെ കൊള്ളുമോ നോക്കാം. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു 24, 24 ഇൻറ്റു 48, 48 ഇൻറ്റു 3 ഈക്വൽ ടു 144, 144 ഇൻറ്റു 3 ഈക്വൽ ടു എത്ര വരാം? 432 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടുന്നത്? 3024 കിട്ടും അല്ലേ? 3024 കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിനങ്ങ് ഈ വരനെ വായിച്ചാലല്ലേ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വര ഇട്ടത് അല്ലേ? ട്രെയിനിൻ്റെ റൂട്ട് പോലാക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് 3024 കിട്ടി. ഇനി നമുക്ക് എന്താണ്? LCM ഇൻറ്റു HCF ആണ് അല്ലേ? നൗ LCM ഇൻറ്റു HCൻ്റെ വര കൂടുതലായി. HCF ഈസ് ഈക്വൽ ടു 6 എത്ര? 3024 ഇൻറ്റു 6 ഈക്വൽ ടു എത്ര വരിക? നമുക്ക് മനസ്സിൽ അങ്ങോട്ട് കണക്കൂട്ടി നോക്കിയാലോ. സാധാരണ നമ്മൾ എഴുതി കാണണ്ടേ? ഒരു ടെക്നിക്ക് നോക്കാമല്ലോ. 3024 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് 3000 കൊണ്ട് 6 മൾട്ടിപ്ലൈ ചെയ്താൽ 3 18,000 അല്ലേ? 18,000 കിട്ടും. പിന്നെ 24 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 6 120, 6 4 24, 144. അപ്പോൾ 18,144 അല്ലേ? ഓക്കെ. അങ്ങനെ കണക്കൂട്ടാറിയില്ലേ? 144 കിട്ടും. ഇനി നമുക്ക് ആരെ കാണാം? കാണണ്ടടാ? ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. Product of 2 numbers equal to, and product of 2 numbers is equal to ആരാ നമ്മുടെ നമ്പർ? 336 ഇൻറ്റു 54. അപ്പോൾ നമ്മൾ ഈ 336 54 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അറിയോ? മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ലേ?
അറിയുന്നില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. 18,144. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാളും ഒരുപോലെ കിട്ടി അല്ലേ? LCM × HCF = പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഇവിടെ താഴെ അങ്ങോട്ട് എഴുതി കൊടുക്കുക. Thus LCM into HCF equal to product of two numbers. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഫിനിഷായി അല്ലേ? എക്സസൈസ് 1.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ഫിനിഷായി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണം. ചായ കുടിച്ചില്ല ചായ കുടിക്കുക, വെള്ളം കുടിച്ചില്ല വെള്ളം കുടിക്കുക, ഉഷാറായിട്ടിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ റിയൽ നമ്പേഴ്സ് ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. എന്താണ്? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദി ഫോളോയിങ് ഇൻറ്റിജേഴ്സ്. ഇതിൻ്റെ HCFും LCMും കാണാനേ ഉള്ളൂ അല്ലേ, വേറൊന്നുമില്ല. നമ്മൾ എന്താണ് വളരെ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ പഠിച്ചതാണ്. ഒന്നുകൂടി അതൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാണ്? 12, 15 ആൻഡ് 21 ഈ മൂന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം അങ്ങോട്ട് സോൾവ് ചെയ്യാം. എല്ലാം റെഡിയല്ലേ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ ഏതാണ്? 12. 12ൻ്റെ LCM കാണണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? ലോവസ്റ്റ് പ്രൈം നമ്പറാണ് 2. 12ൽ എത്ര 2 ഉണ്ട്? 6 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് ചെയ്യാം. 6ൽ 3 പ്രാവശ്യം. പിന്നെ നമുക്ക് 3 എടുക്കാം, ഒറ്റ പ്രാവശ്യം. ഇനി അടുത്തത് ഏതാ നമ്പർ? 15. 15 എന്ന് പറയുമ്പോൾ ആദ്യം 2 എടുക്കാൻ പറ്റില്ല, കാരണം ലാസ്റ്റ് നമ്പർ ഏത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ലാസ്റ്റ് നമ്പർ ഈവൻ ആണെങ്കിൽ നമുക്ക് 2 എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 3 എടുക്കാം. 15ൽ 5 3 ഉണ്ട് അല്ലേ? അടുത്ത നമുക്ക് 5 എടുക്കാം. 5 5ൽ 1 ടൈംസ്. അടുത്ത നമ്പർ ഏതാ? 21. 21 എന്ന് പറയുമ്പോൾ 2 എടുക്കാൻ പറ്റുമോ? ഇല്ല, 3 എടുക്കാം അല്ലേ? 21ൽ എത്ര 3 ഉണ്ട്? 7 ടൈംസ്. നമുക്ക് 7ൽ അടുത്ത 7th എടുക്കാം, കാരണം 7 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നമ്മുടെ പകുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് എടുത്തു തരണം അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ്, നിങ്ങൾ ഫുൾ എഴുതി കേട്ടോ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 ഈക്വൽ ടു എന്താണ്? 2 × 2 × 3. അടുത്ത പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 15 ഈക്വൽ ടു 3 × 5. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 21 ഈസ് ഈക്വൽ ടു 3 × 7. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? LCMും HCFും. ആദ്യം നമുക്ക് എന്ത് കാണാം? HCF കാണാം. HCF ഈക്വൽ ടു എന്താ നമുക്ക് കിട്ടുന്നത്? HCF എന്ന് പറഞ്ഞാൽ 3ൽ കോമൺ ആയിട്ടുള്ള നമ്പർ അല്ലേ? അയ്യോ, ഇതിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നമ്പറും കാണുന്നില്ലല്ലോ. ഇതിൽ 2 ഉണ്ട്, 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 3 ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അവിടെ കോമൺ ആയിട്ട് ആരെ കിട്ടുന്നുണ്ട്? 3 ഉണ്ട്. അപ്പോൾ നമ്മുടെ HCF ആരായി മാറി? HCF 3. ഇത് നമുക്ക് LCM ആണ് അല്ലേ? LCM ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഈസിയസ്റ്റ് മെത്തേഡ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് നമ്മുടെ ഈ HCF കണ്ടൊരു നമ്പർ ഇല്ലേ 3, അതിനെ ഫസ്റ്റ് അങ്ങോട്ട് എഴുതുക. ബാക്കി എല്ലാ നമ്പറിനും അതേപോലെ എഴുതുക. ബാക്കി ആരൊക്കെ ഉള്ളത്? 2 2 പ്രാവശ്യം ഉണ്ട്, പിന്നെ ആരുള്ള 5 ഉണ്ട്, 7 ഉണ്ട് അല്ലേ? ഈക്വൽ ടു 3 × 2 6, 6 × 2 12, 12 × 5 60, 60 × 7 420. അത് നമുക്ക് ആരൊക്കെ കിട്ടി? HCF കിട്ടി, LCMും കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം അല്ലേ? എല്ലാവരും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, നല്ല നല്ല അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 17, 23, 29.
ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയ്യാൻ പോലും ഇല്ല കേട്ടോ, ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്നാൽ നമുക്ക് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് 3 ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്പേസ് ഉണ്ടാക്കുക. ഈ 2 വരെ ഇട്ട് കൊടുക്കുക. 3 ആൾ വേണ്ടേ, 3 ആളെ നമുക്ക് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നമ്പർ 17 ആണ് അല്ലേ. ഇങ്ക് അങ്ങോട്ട് മാറ്റിക്കളഞ്ഞാലോ, നല്ല ക്ലിയർ ഉണ്ടോ. അപ്പോൾ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാം, ഇങ്ക് വൈറ്റ് യൂസ് ചെയ്യാം. അതാണ് 17. 17ൽ 17 തന്നെ എടുക്കണ്ടേ അല്ലേ. 17 1 ടൈം, വേറെ ഒന്നുമില്ലല്ലോ. ഓ, ഇത് എല്ലാവരും പ്രൈം നമ്പേഴ്സാണ്. 23 തന്നെ എടുക്കാം. 23ൽ 1 ടൈം. 29 എടുക്കാം. 29 എന്ന് പറയുമ്പോൾ 29ഉം പ്രൈം നമ്പർ തന്നെ 1 ടൈം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല ആക്ച്വലി, കാരണം ഓൾ ആർ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 17 ഈസ് ഈക്വൽ ടു 17. ഓക്കെ, ഒരു 1 കൂടി എഴുതിക്കോ വേണമെങ്കിൽ, കാരണം ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ എന്താണ് അതിന് പേടിയാവില്ലേ. അപ്പോൾ നമുക്കൊരു 1 എഴുതിക്കളയാം, ഒരു പേര് വേണ്ടേ. പിന്നെ രണ്ടാമത്തെ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 23 ഈക്വൽ ടു 23 ഇൻറ്റു 1. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 29 ഈസ് ഈക്വൽ ടു 29 ഇൻറ്റു 1. നമുക്കിനി ആരെ കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം അല്ലേ. HCF ഈക്വൽ ടു ആരാണ് ഇതിൽ കോമൺ ആയിട്ടുള്ളത്, 3ൽ കോമൺ ആയിട്ടുള്ളത് 1 ആണല്ലേ. ആക്ച്വലി നമ്മൾ ഈ 1 എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും എവിടെ ഇതിൻ്റെ HCF കാണാനൊന്നുമില്ലല്ലോ. HCF 0 എന്നൊന്നും എഴുതി കളയരുതേ, അവിടെ 1 എഴുതണം കേട്ടോ നിർബന്ധമായിട്ടും. അപ്പോൾ നമുക്ക് HCF കിട്ടി. എന്താ കിട്ടിയത്, 1. ഇനി നമുക്ക് ആരെ കാണണം, LCM ഈക്വൽ ടു എന്താണ്, LCM എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും അങ്ങോട്ട് എടുത്തത് കോമൺ ആയിട്ടുള്ള നമ്പറൊന്നുമില്ല, 1 ആണ്. 1 എഴുതിയാലും ഇല്ലെങ്കിലും സെയിം എഫക്റ്റാണ്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതാം. ആദ്യം HCFന് അങ്ങ് എഴുതി, ബാക്കി എല്ലാ നമ്പേഴ്സിനും എടുത്ത് എഴുതാം. 17 ഇൻറ്റു 23 ഇൻറ്റു 29. അപ്പോൾ നമുക്ക് എത്ര കിട്ടും അറിയോ, 17 ഇൻറ്റു 23 ഇൻറ്റു 29 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 11,339 കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആൻസർ വളരെ സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണല്ലേ. 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 9th പഠിക്കുന്നത് പോലെ പഠിച്ചാൽ പോരാ കേട്ടോ, കുറച്ചും കൂടി അടിപൊളിയായിട്ട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം കുറച്ചും കൂടി. എന്നുവെച്ചാൽ ഈ ഒരു 10th സ്റ്റാൻഡേർഡ് ഒരു ഡിസിസീവ് ഇയർ ആണ് അല്ലേ, ഒരു നല്ലൊരു വർഷമാണ് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും നന്നായിട്ട് പഠിക്കണം. 9th നിങ്ങൾ 2 hours പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10th എത്ര hours പഠിക്കണം, 10th നിങ്ങൾ 4 hours പഠിക്കണം. ഓക്കെ, അത് കുറച്ച് കളിയൊക്കെ ഒന്ന് കുറക്കാം. എന്ന് വെച്ചാൽ കളിക്കാനൊക്കെ ഇനി വർഷങ്ങളുണ്ടല്ലോ അല്ലേ. ഈ വർഷം എന്ത് ചെയ്യാം, പഠനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. അതിൻ്റെ അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആരാണ്, 8, 9 and 25. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ആദ്യം 8 ഇവിടെ 9, ഇതിനെ നമുക്ക് 25 ഇടാം. അത് നമുക്ക് 8നെ ചെയ്യാം അല്ലേ. ഏത് നമ്പർ എടുക്കും, 2 എടുക്കും. 2 8ൽ 4 ടൈംസ്, അഗെയിൻ 2 എടുക്കുന്നു. 4ൽ 2 ടൈംസ്, അഗെയിൻ 2 എടുക്കുന്നു, 1 ടൈം. ഇവിടെ 9 എന്ന് പറയുമ്പോൾ 2 എടുക്കാൻ പറ്റില്ലല്ലോ, 3 എടുക്കാം. 9ൽ 3 ടൈംസ്, പിന്നെയും 3 എടുക്കാം. 3ൽ 1 ടൈം, അത് കഴിഞ്ഞു. ഇവിടെ 5ൽ എടുക്കാൻ പറ്റുക, 3 പറ്റില്ലല്ലോ, 3ൻ്റെ ടേബിൾ 25 ഇല്ലല്ലോ. 5ൽ 5 ടൈംസ് അല്ലേ, 25ൽ വീണ്ടും 5 എടുക്കാം, 1 ടൈം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് മാറ്റിയതല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 8 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ഇനി അടുത്തെന്താ, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 9 ഈക്സ് ഈക്വൽ ടു 3 ഇൻറ്റു 3. അടുത്തവരാണ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 5 ഈസ് ഈക്വൽ ടു നോട്ട് 5, 25, 5 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരെ കാണണം, HCF ആണ് അല്ലേ.
HCF ഈസ് ഈക്വൽ ടു, ആരാണ് ഇവിടെ കോമൺ നമ്പർ ഉള്ളത്? അയ്യോ, കോമൺ നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? കോമൺ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഈ 1നെ ഇവിടെ എടുത്തെഴുതണം. ഓക്കെ, എല്ലാത്തിനും കൂടി ഒരു 1 ഉണ്ടല്ലോ, ആ 1നെ നമ്മളിങ്ങോട്ട് എടുത്തെഴുതണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ നമ്മൾ HCF ഇല്ലാന്ന് കരുതി പോവും. 0 ഇട്ടേക്കരുത് കേട്ടോ. 1 ആയിരിക്കും HCF, ഒന്നുമില്ലെങ്കിൽ 1. അപ്പം നമുക്ക് HCF എത്രയാണ്? ആൻസർ 1. ഇനി LCM ആണ് അല്ലേ? LCM ഈക്വൽ ടു 1 ഇൻറ്റു HCF നമ്മൾ ആദ്യം അങ്ങോട്ട് എഴുതി. ഇത് എഴുതണമെന്നില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കാരണം നിങ്ങൾക്ക് പിന്നീട് ഒരു കൺഫ്യൂഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ്. 1 ഇൻറ്റു പിന്നെ ബാക്കി എല്ലാ നമ്പേഴ്സിനും എടുത്തത്. എത്ര പ്രാവശ്യം 2 ഉണ്ട്? 3 പ്രാവശ്യം. എത്ര 3 ഉണ്ട്? 2 പ്രാവശ്യം. എത്ര 5 ഉണ്ട്? 2 പ്രാവശ്യം അല്ലേ? 55 അല്ല, 5 5 ഇൻറ്റു 5 ആണ്. ഈസ് ഈക്വൽ ടു, അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു 3 72, 72 ഇൻറ്റു 5 360, 360 ഇൻറ്റു 5 ഈക്വൽ ടു 1800. ഓക്കെ, 1800. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? HCFും കിട്ടി, നമ്മുടെ LCMനും കിട്ടി. നമ്മുടെ ആൻസർ ഫിനിഷ് ആയി അല്ലേ? മൂന്നാമത്തെ വളരെ സിമ്പിൾ അല്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? 4ാമത്തെ ക്വസ്റ്റ്യനിൽ കാണാം. ഓക്കെ, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എക്സസൈസ് 1.1ലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. HCF തന്നിട്ടുണ്ട്. എത്ര HCF തന്നിട്ടുള്ളത്? HCF തന്നിട്ടുള്ളത് 9 ആണ്. ഓക്കെ, പിന്നെന്താ കാണേണ്ടത്? LCM ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ LCM അല്ല കാണേണ്ടത്. എന്ത് വേണം? നമ്മൾ ഫോർമുല യൂസ് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല നമുക്കറിയാം. എന്താണ്? HCF ഇൻറ്റു LCM ഈക്വൽ ടു HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് എന്താ പറഞ്ഞേ? പ്രൊഡക്റ്റ് ഓഫ്, പറയൂ. പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. വളരെ സിമ്പിൾ കേട്ടോ. അതായത് ഈ HCFും LCMും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് തന്നത് എന്താണ്? ഗിവൺ HCF തന്നിട്ടുണ്ട് അല്ലേ? HCF ഈസ് ഈക്വൽ ടു 9. പിന്നെന്താ തന്നിട്ടുള്ളത്? LCM തന്നിട്ടില്ല. പിന്നെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? 306 and 657. അപ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് HCF എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 9 ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു LCM ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 306 ഇൻറ്റു 657. അപ്പോൾ ഇതിൽ നമുക്ക് LCM അല്ലേ കാണണ്ടേ? അപ്പോൾ LCMന് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് 9 എന്ത് ചെയ്യുക? നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ LCM ഈസ് ഈക്വൽ ടു 306 ഇൻറ്റു 657 ഡിവൈഡ് ബൈ 9. ഈ 9 എന്താ ചെയ്തത് അറിയോ? 9 താഴേക്ക് കൊണ്ടുവന്നു. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ ഇത് നമുക്ക് LCM കാണണം. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് മെത്തേഡ് ഉണ്ട്. നമ്മൾ ആക്ച്വലി 306നെ 657 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് ആൻസർ കിട്ടി, എന്നിട്ട് അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ 9ലും ഏതെങ്കിലും താഴത്തെ മുകളിൽ നമ്പറിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 9ൽ 9 1 ടൈം പോവും. 306ൽ എത്ര 9 ഉണ്ട്? 30ൽ എത്ര 9 ഉണ്ട്? 30ൽ 9 18 27 3 9 ഉണ്ട് അല്ലേ? 3 9 27 ആണ്. ഇത് 30 അല്ലേ? അപ്പോൾ അവിടെ 3 ബാക്കിയുണ്ട് അല്ലേ? 3 6 36. 36ൽ 9 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം. എന്ന് വെച്ചാൽ 306ൽ 9 എത്ര തവണ പോവും? 34 ടൈംസ് പോവും. ഇനി നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾ നോർമലി എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ? 3 9 27 36ൽ 4 ടൈംസ് 36. ഓക്കെ, ഏത് വഴിയിലും ആൻസർ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എത്ര കിട്ടിയേ? 34 ഇൻറ്റു
657. 34 into 657 divided by 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 34 into 657 തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക അറിയോ? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര? എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഞാനിത് എന്ത് വേണ്ട, ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 22,338 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. ദസ് ഒന്നും കൂടി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ദസ് LCM of 306, പിന്നെ നമ്പർ 657 ഈസ് ഈക്വൽ ടു എന്താണ്? 22,338. ആൻസർ കിട്ടിയില്ലേ? വളരെ വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 1.1ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ ടഫാന്നൊക്കെ തോന്നും, പക്ഷേ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ 6 raised to n can end with digit 0 for any natural number n എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? അതായത് നമ്മുടെ 6 ഉണ്ടല്ലോ, ഈ 6ന് ഏതൊരു റേസ്ഡ് പവർ കൊടുത്താൽ, അതായത് 6 raised to 1 6 raised to 2 6 raised to 3 ഏത് നമ്പർ എന്നിന് പകരം നമ്മൾ കൊടുത്താലും അതിൻ്റെ ആൻസർ 0യിൽ അവസാനിക്കുമോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കൊടുത്തു നോക്കാം. 6 raised to n പകരം നമ്മൾ എന്താ കൊടുക്കുന്നത് അറിയോ? 1 കൊടുത്തു, എന്നിന് പകരം 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ 6 raised to 1 എത്രയാണ്? 6. എന്നിന് പകരം 2 കൊടുത്തു. 6 raised to 2 എന്ന് പറയുന്നത് 36. എന്നിന് പകരം 3 കൊടുത്തു. 6 raised to 3 എന്ന് പറയുന്നത് 216 ആണ്. അങ്ങനെ ഏത് പവർ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് പറയാം? 0യിൽ അവസാനിക്കില്ല. 6 raised to ഏത് പവർ കൊടുത്താലും 0യിൽ അവസാനിക്കില്ല. പക്ഷെ നമുക്കത് മാത്തമാറ്റിക്കലി പറയാം. മാത്തമാറ്റിക്കലി എങ്ങനെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഒരു നമ്പർ ൻ്റെ ആൻസർ, അതായത് നമ്മളൊരു റൈസ്ഡ് പവർ കൊടുക്കുമ്പോൾ അത് 0യിൽ അവസാനിക്കണമെങ്കിൽ ഏത് തരം നമ്പർ ആയിരിക്കണമെന്ന് അറിയോ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 10ന് നമ്മൾ ഏത് പവർ കൊടുത്താലും എന്താണ്? അത് 0യിൽ അവസാനിക്കും. 10 square 100, 10 cube ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, അല്ലെങ്കിൽ 20 എടുക്കുക. 20 square ഈസ് ഈക്വൽ ടു 400. അല്ല ഏത് നമ്പർ എടുത്താലോ കേട്ടോ, 20 ക്യൂബ് എടുത്താലോ അല്ല 30 സ്ക്വയർ എടുത്താലോ ഏതിൽ അവസാനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 0യിൽ അവസാനിക്കും. അപ്പോൾ ഈ 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തെന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മൾ 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. ഓക്കെ, 10നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 10 ഈക്വൽ ടു ഏതായാലും നമ്പർ എടുക്കുക? 2 എടുക്കുക അല്ലേ? 10ൽ 2 5 ടൈംസ് പോവും, 5ൽ 5 1 ടൈം പോവും. ഓക്കെ, അപ്പോൾ 10ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ? ഈ 2ഉം വരുന്നുണ്ട്, അതുപോലെ തന്നെ 5ഉം വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ 10ൽ അവസാനിക്കുന്ന ഏത് നമ്പറിനും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അറിയോ? ആ രണ്ട് ഫാക്ടേഴ്സ് എപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ, ഏത് രണ്ട് ഫാക്ടർ? 2ഉം 5ഉം അവിടെ എപ്പോഴും ഉണ്ടാവും. നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഒരു 13 ചെയ്ത് നോക്കാം. 30ൽ 2 എത്ര ടൈംസ് പോകും? 15 ടൈംസ്. 15ൽ 3 പോകും അല്ലേ? 3 5 ടൈംസ്. 5ൽ 5 1 ടൈം. അപ്പോൾ ഇതിൽ ആരുണ്ട്? നമ്മുടെ 2ഉം അതുപോലെ തന്നെ 5ഉം എപ്പോഴും ഒരു ഫാക്ടർ ആയിരിക്കും. ഏത്? ഈ 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2ഉം 5ഉം എപ്പോഴും എന്തായിരിക്കും? അവിടെ ഉണ്ടാവും. അതേസമയം 0യിൽ അവസാനിക്കാത്ത നമ്പേഴ്സിന് അങ്ങനെ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ 6നെ എടുക്കാം. 6നെ നമ്മൾ എന്ത് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, 6 നമുക്ക് നല്ല അടിപൊളി കളർ തന്നെ 6ന് ചെയ്ത് നോക്കാം. 6 ചെയ്ത് കഴിഞ്ഞാൽ 6ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ്? 2 എടുക്കല്ലേ ഫസ്റ്റ്. 6ൽ 2 3 ടൈംസ് പോവും, പിന്നെ 3 എടുത്തു 1 ടൈം. ആരില്ല ഇതിൽ? 2 ഉണ്ട്, പക്ഷെ ആരില്ല? 5 ഇല്ല. ഓക്കെ, ഒരു നമ്പർ 0യിൽ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ സ്ക്വയറോ ക്യൂബോ എന്തോ 0യിൽ അവസാനിക്കണമെങ്കിൽ ആ നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ആരുണ്ടായിരിക്കണം? 2 ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ 5ഉം ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ?
പക്ഷെ നമ്മുടെ തന്ന നമ്പർ 6 അല്ലേ, 6ൽ ആരില്ല, 2 ഉണ്ട്, പക്ഷേ 5 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. എന്താണ് ആൻസർ എഴുതുക? ഇഫ് എ നമ്പർ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ഇഫ് എ നമ്പർ എൻഡ് വിത്ത് ഡിജിറ്റ് 0 and with digit 0, പിന്നെ എന്താ എഴുതുക? then the prime factorization വായിച്ചോട്ടോ. prime factorization of the number must contain ആര് കണ്ടെയ്ൻ ആയിരിക്കണം അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ? മറന്നിട്ടില്ലല്ലോ. the number must contain 2 and 5 as its factors, but നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, but 6 raised to n is equal to 2 into 3 all raised to n. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആരാണ്? 2 ഉം 3 ആണ് അല്ലേ. it doesn't contain factor 5. 2 ഉണ്ട് ഇവിടെ കേട്ടോ, പക്ഷെ 5 ഇല്ല. so it never end with the digit 0. മനസ്സിലായില്ലേ? 0. അപ്പോൾ നമ്മൾ ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന് 0യിൽ അവസാനിക്കണമെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുക്കുമ്പോൾ ആര് വേണം? 2ഉം 5ഉം വേണം. ഇവിടെ 5 ഇല്ല, 2 മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആൻസറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടഫാന്നൊക്കെ തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. ശരിയായ രീതിയിൽ ക്വസ്റ്റ്യൻ ഒന്നും അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് പരിശോധിക്കാം. ആദ്യത്തെ നമ്പർ ഏതാണ്? 7 into 11 into 13 plus 13. രണ്ടാമത്തെ നമ്പർ ഏതാണ്? 7 into 6 into 5 into 4 into 3 into 2 into 1 plus 5. ഇത് 2 നമ്പറാണ് കേട്ടോ, കുറേ നമ്പേഴ്സ് അല്ല, 2 നമ്പറാണ്. ഏതുപോലെയെന്ന് അറിയോ? നമുക്ക് 19 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5 into 3 plus 4. അപ്പോൾ ഇത് കുറേ നമ്പർ പോലെ തോന്നുന്നുണ്ട് അല്ലേ, പക്ഷേ ഇത് 19 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അതുപോലെ ഇത് രണ്ടും ഓരോ നമ്പേഴ്സാണ്. ഓക്കെ, ആ നമ്പറിനോട് എന്താ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ? അവർ ഈ 2 നമ്പറും കോമ്പോസിറ്റ് നമ്പറാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ എന്തുണ്ടാവും? കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ മറന്നുപോയോ കോമ്പോസിറ്റ് നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഉദാഹരണത്തിന് 7 ഈക്വൽ ടു 7 into 1 മാത്രമേ എഴുതാൻ പറ്റൂ അല്ലേ പ്രൈം നമ്പറിനെ. അനദർ എക്സാമ്പിൾ 11 ഈസ് ഈക്വൽ ടു 11 into 1. വേറെ ഒന്നും രീതിയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രൈം നമ്പറിൻ്റെ ഫാക്ടർ ആ പ്രൈം നമ്പറും 1 മാത്രമാണ്. അതേസമയം കോമ്പോസിറ്റ് നമ്പർ എക്സാമ്പിൾ 12, നമുക്ക് എന്തൊക്കെ എഴുതാം? 12 ഈക്വൽ ടു 12 into 1, അതുപോലെ 2 into 6, അതുപോലെ 3 into 4, അങ്ങനെയല്ല എഴുതാം അല്ലേ. അപ്പോൾ കോമ്പോസിറ്റ് നമ്പറിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ സെയിം നമ്പറും 1ഉം അല്ലാതെ വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. പിന്നെന്താണ്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ചെയ്ത് നോക്കണം. ഇവിടെ ഈ പ്ലസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പറയാം എന്താണ്, ഇത് കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം ഇവിടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് എന്താണ്, ചിലപ്പോൾ ഇത് ഒറ്റ നമ്പർ ആയിരിക്കും. ആ പ്ലസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫാക്ടേഴ്സ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിൻസ് 7 into 11 into 13 plus 13, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? ഈക്വൽ ടു, ഇവിടെ 2 സെക്ഷനാക്കി തിരിക്കുക. ഓക്കെ, പ്ലസിൻ്റെ മുന്നേ ശേഷം
ഇവിടെ രണ്ട് കോമൺ ആയിട്ടുള്ള നമ്പർ ഏതാ? യെസ്, 13 ആണ്. ആ 13 പുറത്തെടുക്കുക. ബാക്കി ഉള്ളിലുള്ള എഴുതി കൊടുക്കുക. 7 ഇൻറ്റു 11 ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് 13 നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം. പ്ലസ് വീണ്ടും ഒരു 13 ഉണ്ടല്ലോ, വീണ്ടും 1 എഴുതാം. മനസ്സിലായില്ലേ? അതായത് ഈ 13 എന്ന് പറയുന്നത് ഇവിടെയും 13 ആയിരുന്നു, ഇവിടെയും 13 ആയിരുന്നു. അപ്പോൾ ആ 13 ആണ് നമ്മൾ പുറത്തിട്ടത്. ഇത് നമുക്ക് എന്ത് എഴുതാം? 13 ഇൻറ്റു 7 ഇൻറ്റു 11 77 പ്ലസ് 1 78. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിന് കുറേ ഫാക്ടേഴ്സ് കിട്ടി ആക്ച്വലി. ഓക്കെ, രണ്ട് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് കിട്ടി. വണ്ണും ആ നമ്പറും അല്ലാത്ത വേറെയും ഫാക്ടർ കിട്ടി. എന്നാൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. 78 നമുക്ക് എന്ത് എഴുതാം? 39 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ? 39 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 39 വീണ്ടും നമുക്ക് 3 ഇൻറ്റു 13 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 13 എന്ന് എഴുതാം. അതായത് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 13 ഈക്വൽ ടു 78. 78 ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എത്ര ആൻസർ കിട്ടുക? 13 ഇൻറ്റു 2 26, 26 ഇൻറ്റു 3 ഈക്വൽ ടു 78, 78 ഇൻറ്റു 13 ഈസ് ഈക്വൽ ടു how much കിട്ടും? 1014 കിട്ടും അല്ലേ? 1014. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം? ഇവിടെ ആക്ച്വലി നമുക്ക് 1014 എന്ന് പറയുന്ന ഒരു നമ്പറിന് എന്തെല്ലാം രീതിയിൽ എഴുതാം? 1 ഇൻറ്റു 1014 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 13 ഇൻറ്റു 2 ഇൻറ്റു 13 ഇൻറ്റു 3 അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ കുറേ ഫാക്ടേഴ്സ് വന്നു അല്ലേ? 2 3 4 5 6 ഫാക്ടേഴ്സ് വന്നു. അപ്പോൾ ഇതെന്താണ്? കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം ഇതിന് ഈ 1014 1ഉം അല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇറ്റ് ഹാസ് ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ്. അതായത് ഒന്നും ആ സെയിം നമ്പറും അല്ലാത്ത വേറെയും കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ദിസ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ മീൻസ് ഈ സെക്കൻഡ് സെക്ഷനിലുള്ള ഇതും കൂടി ഒന്ന് സിമ്പിൾ ചെയ്യാം അല്ലേ? ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിന് മുഴുവനായിട്ട് അങ്ങോട്ട് മായ്ക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ പ്രധാനപ്പെട്ടത് മാത്രം മായ്ച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കൊന്ന് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? 7 ഇൻറ്റു ഇങ്ക് മാറിപ്പോയി അല്ലേ? സിൻസ് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 5 ഈസ് ഈക്വൽ ടു പ്ലസ് 5 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ഇത് രണ്ട് നമ്പറായിട്ട് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് എടുക്കണേ. ഇവിടുന്ന് ഇവിടെ വരെ ഒരു സെക്ഷനും ഇവിടുന്ന് ഇവിടെ ഒരു സെക്ഷൻ. കാരണം പ്ലസിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരു സെക്ഷൻ എടുക്കുക. ഇത് രണ്ടിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 5 ഉണ്ട് അല്ലേ? അപ്പോൾ 5 ചേട്ടൻ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അപ്പോൾ ആരിവിടെ ബാക്കിയുള്ള 7 ഇൻറ്റു 6 ഇൻറ്റു 5ന് ഒരാരിട്ടു 1 ഇട്ടു. ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. 1 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 1 ഇട്ടത്. പ്ലസ് വീണ്ടും ഉള്ള 5ന് പകരം 1 ഇട്ടു. ഇവിടെ എന്താ ചെയ്തതെന്നറിയോ? ഇതിന് പകരം ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 5 ഉണ്ടായിരുന്നു. ആ 5നെ നമ്മൾ പുറത്തിട്ടു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ 5 ഇൻറ്റു 7 ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 6 42, 42 ഇൻറ്റു 4 ഈക്വൽ ടു 168, 168 ഇൻറ്റു 2 ഇൻറ്റു 3 ഈക്വൽ ടു എത്ര കിട്ടുക? 1008 കിട്ടും അല്ലേ? 1008 പ്ലസ് 1, അവിടെ ഒരു 1 ബാക്കിയുണ്ട്, is equal to 5 into 1000. 8 plus 1 9 is equal to 5 into 1009 means എത്ര കിട്ടുക? 5045 എന്ന് കിട്ടും അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം? ഇവിടെ ഈ 5045 എന്ന് പറയുന്ന നമ്പറിന് കുറേ ഫാക്ടേഴ്സ് കിട്ടി. എന്തൊക്കെ ഫാക്ടർ കിട്ടും? 1 ഇൻറ്റു 5045 കിട്ടും. അതുപോലെ എന്താണ് ഇവിടെ കിട്ടിയത്? 5 ഇൻറ്റു 1009 കിട്ടും അല്ലേ? അങ്ങനെ അപ്പോൾ എത്ര ഫാക്ടർ ഉണ്ട്? 1 2 3 4 കുറേ ഫാക്ടർ ഉണ്ട് അല്ലേ? അപ്പോൾ 5045ന് 1ഉം 5045 അല്ലാണ്ട് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതെന്താണ്? ഇറ്റ് ഹാസ് അതർ ഫാക്ടേഴ്സ് ദാൻ 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്, സോ ഇറ്റ്സ് എ കോമ്പോസിറ്റ് നമ്പർ. ഇവിടെ നമ്മൾ ചെയ്ത് എന്താണ്? ജസ്റ്റ് ഈ നമ്പറിനൊന്ന്
ഒന്നുകൂടി എടുത്തെഴുതിയിട്ട് അതിൽ കോമൺ നമ്പറിന് പുറത്തിട്ടു. എന്നിട്ട് എന്ത് കണ്ടു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതി അല്ലേ. അപ്പോൾ ആ നമ്പറിനെ വേറെയും നമ്പേഴ്സിനെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് എന്താണത്, കോമ്പോസിറ്റ് നമ്പറാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് എക്സസൈസ് 1.1 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഓക്കെ, സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ സ്പോർട്സ് ഫീൽഡിൽ കളിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു സർക്കുലർ പാത്ത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. നമ്മൾ ഓടുന്നയോ സൈക്കിൾ ഓടിക്കുന്നയോ. അപ്പോൾ അവിടെ ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയിട്ട് സോണിയക്ക് എത്ര മിനിറ്റ് വേണമെന്ന് അറിയോ? 18 മിനിറ്റ് വേണം. ഓക്കെ, സോണിക്ക് 18 മിനിറ്റ് വേണം. അതുപോലെ തന്നെ രവിക്ക് എത്ര മിനിറ്റ് വേണമെന്ന് അറിയോ? രവിക്ക് 12 മിനിറ്റ് വേണം. ഓക്കെ, രവിക്ക് എത്ര മിനിറ്റ് വേണം? 12 മിനിറ്റ് വേണം. അതായത് ഇങ്ങനെ ഓടിയിട്ടല്ല, റൈഡ് ചെയ്തിട്ട് എത്താൻ വേണ്ടിയിട്ട് 12 മിനിറ്റ്. അപ്പോൾ ആരാണ് വേഗത്തിലെത്തുന്നത്? രവി അല്ലേ. രവിക്ക് 12 മിനിറ്റ് വേണ്ടു. സോണിക്ക് എത്ര മിനിറ്റ് വേണം? 18 മിനിറ്റ് വേണം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, സോണിയക്ക് ഒരു റൗണ്ട് അടിക്കാൻ 18 മിനിറ്റ്. രണ്ടാമതും ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ സോണി എത്തണമെങ്കിൽ എത്ര മിനിറ്റ് ആവും? 18 18ഉം 36 36. മൂന്നാമത് തന്നെ എത്രയാവും? 36ഉം 18ഉം 54 മിനിറ്റ് അല്ലേ. അതേപോലെ രവിക്ക് ഒരു റൗണ്ട് ഇങ്ങനെ ഓടിയെത്താൻ വേണ്ടിയിട്ട് എത്ര മിനിറ്റ് ആവും? 12 മിനിറ്റ്. രണ്ടാമത്തെ റൗണ്ട് 24. മൂന്നാമത്തെ റൗണ്ട് 12 12 24 12 36. 36ാമത്തെ മിനിറ്റിൽ വീണ്ടും അവിടെ എത്തും അല്ലേ. പിന്നെയും ഒരു റൗണ്ട് അടിക്കാൻ 48. അപ്പോൾ ഇവർ രണ്ടുപേരും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 36, 36ാമത്തെ മിനിറ്റ് അല്ലേ. 36ാമത്തെ മിനിറ്റിൽ. ആക്ച്വലി എന്താ ഈ 36 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇത് 12ൻ്റെ മൾട്ടിപ്പിൾസാണ്. 12, 24, 36, 48. ഇതേതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ്? 18, 36, 54 അല്ലേ. അപ്പോൾ ഇത് 12ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്, ഇത് 18ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ സോണിയക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ എത്ര മിനിറ്റ് വേണം? സോണിക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ 18 മിനിറ്റ് വേണം അല്ലേ. അതുപോലെ രവിക്ക് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 മിനിറ്റ് വേണം. അവർ രണ്ടാളും എപ്പോഴാണ് ഒരുപോലെ വീണ്ടും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളതിൻ്റെ ആൻസർ കണ്ടുപിടുത്തണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ LCM കണ്ടാൽ മതി അല്ലേ. 12 × 8ൻ്റെ LCM കാണാനൊക്കെ നമുക്കറിയാം. എന്താണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് LCM കണ്ടെത്താം. 12 × 8ൻ്റെ ആക്ച്വലി നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, എന്നാലും നമുക്ക് ചെയ്യാം. ഇവിടെ 18 ഇവിടെ ആരാണ്? 12ൻ്റെ അല്ലേ. 18ൽ ഏത് നമ്പർ എടുക്കും? 2 എടുക്കുക അല്ലേ. 2 18ൽ 9 ടൈംസ് പോവും. പിന്നെ 9ൽ 3 ടൈംസ് പോവും. 3ൽ 1 ടൈം. പിന്നെ 12ൻ്റെ എങ്ങനെയാണ്? അത് 2 എടുക്കാം, 6 പ്രാവശ്യം പോവും. വീണ്ടും 2 എടുക്കാം, 3 പ്രാവശ്യം പോവും. വീണ്ടും 3 എടുക്കാം, ഒറ്റ പ്രാവശ്യം പോവും. അപ്പോൾ നമുക്ക് എന്തായി? ഇതിൻ്റെ LCM കാണാം അല്ലേ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 12 ഈക്വൽ ടു prime factorization of 12 is equal to 2 into 2 into 3. Prime factorization of 18 is equal to എത്രയാണ്? 2 into 3 into 3 അല്ലേ. ഇനി നമുക്കിതിൻ്റെ LCM കാണണം. LCM ഓഫ് 12, 18 is equal to LCM ആണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപോലത്തെ നമ്പർ താഴെയും മേലെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ HCF. ഓക്കെ, എന്നിട്ട് ആ നമ്പറിനെ എഴുതുക. ആ നമ്പറിന് ഒറ്റ പ്രാവശ്യം എഴുതാൻ പറ്റുമോ? ഇപ്പോൾ 2 താഴെയും മേലെ ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം, 3 താഴെയും മേലെ ഉള്ളതുകൊണ്ട് ഒറ്റ പ്രാവശ്യം. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഇവിടെ എഴുതി കൊടുക്കുക. 2 into 3. നിങ്ങൾക്ക് വേറെ മെത്തേഡാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, പ്രശ്നമില്ല. ഇതാണ് ഈസിയെങ്കിൽ ഇത് ചെയ്തോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 into 3 6, 6 into 2 12, 12 into 3 equal to 36. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് the minimum time
time required to meet again at the starting point is 36 minutes. Okay, 36 minutes. വളരെ സിമ്പിളാണ് കേട്ടോ. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കണം. ഇവിടെ LCM ആണോ HCF ആണോ എന്നുള്ളത് നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്യണം. ഓക്കെ, ഈ ഫിഗർ ഇമാജിൻ ചെയ്യണം. എന്നിട്ട് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ജസ്റ്റ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിളി 2 നമ്പറിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ എക്സസൈസ് 1.1 ഫുൾ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. 7th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് 1.2 കാണാം. ഓക്കെ, അതുവരെ ബൈ ബൈ.